ഹലോ, അസ്സലാമു അലൈക്കും. ഡീലാലിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരെ ഉച്ചയായി. അപ്പോൾ ഉച്ചയ്ക്ക് പുറത്തേക്കിട്ട് തിരക്കാൻ നിൽക്കുക. അപ്പോൾ ചട്ടിപ്പത്തിലൊന്ന് ഓർഡർ ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിന് മാവ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ലേസ് ഉണ്ടാകാം കേട്ടോ. അപ്പോൾ ചട്ടിപ്പത്തിരിക്ക് ലെയർ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ക്യാമറ വെക്കാൻ കഴിയാത്തതുകൊണ്ട് ലെയർ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ചട്ടിപ്പത്തിൻ്റെ മസാല ഉണ്ടാക്കുന്ന തിരക്കില്ല കേട്ടോ. ചട്ടിപ്പത്തിൻ്റെ മസാല റെഡിയാണ്. ചിക്കൻ ചട്ടിപ്പത്തി ഇത് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓർഡർ ഇട്ടതാണ്. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ 3:50 വേണമെന്ന് പറഞ്ഞു. കിട്ടിയാൽ തന്നെയാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ആഗ്രഹം 3:30 അതിന് 8 തിന്നണമെന്നാണ് അവിടെ. അപ്പോൾ നമ്മൾ സാധനം പത്ത് വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ആർക്കും വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തരും. ഓർഡർ വന്നാൽ മതി കേട്ടോ. നേരത്തെ പറയണമെന്നുള്ളൂ. രാവിലെ ആണെങ്കിൽ ഇന്ന് രാത്രി പറയണം, പിന്നെ വൈകുന്നേരം വേണമെങ്കിൽ രാവിലെ പറയണം. ഓക്കെ, അപ്പോൾ ചട്ടിപ്പത്തിരി സെറ്റാക്കിയത് ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെറിയ തീയിൽ മതി, അല്ലേ അടി പിടിക്കും കേട്ടോ. ഞങ്ങളെ ഭക്ഷണം കഴിക്കട്ടെ, നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ റെസ്റ്റോറൻറ്റ് വയ്ക്കുക. അപ്പോൾ ഒന്ന് സെറ്റായിക്കോ. ഓക്കെ, ചട്ടിപ്പത്തിരി നമ്മൾ തിരിച്ചിട്ടാണ്. ഇനി 2 മിനിറ്റോടെന്ന് വെച്ചാൽ ചട്ടിപ്പത്തിരി റെഡി കേട്ടോ. ഇത് കാണിക്കട്ടോ, എടുത്തിട്ട് കാണിക്കട്ടോ. അപ്പം നമ്മളെ ചിക്കൻ ചട്ടിപ്പത്തിരി ഓർഡർ കൊടുക്കാൻ റെഡിയാണ്. 3:30 കൊടുക്കേണ്ടത്, 2:30 ആയിട്ടുള്ളൂ. ഒന്ന് ചൂട് ഒന്ന് വലിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താണോ ലെയറൊക്കെ പൊട്ടിപ്പോവും. ചൂടോട് കട്ട് ചെയ്യാൻ പാടില്ല. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട നിസ്കരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. കുട്ടികൾ വന്ന് പുറത്തേക്കുള്ള 3:30 കൊടുക്കാറുണ്ടായിരിക്കും. 3:30 കൊടുക്കാറായി. അപ്പോൾ കൊടുക്കാൻ കുട്ടികൾ പുറത്ത് വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചട്ടിപ്പത്തി ചോറുന്ന വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ചട്ടിപ്പത്തിൻ്റെ ആ ഏൽപ്പിച്ച കുട്ടികൾ വന്നത്. അപ്പോൾ അവർക്കത് കട്ട് ചെയ്ത് കൊടുത്ത് അവരൊക്കെ ഉള്ളിൽ കയറിയ ശേഷം ചോറുന്നു. ഇനി അത് ചോറുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കട അടിച്ച് പോകും. അപ്പോഴാണ് നമ്മൾ അയൽവാസി ഉമ്മറക്കാരെ കണ്ടത്. ഉമ്മറക്കാരെ കണ്ടപ്പോൾ ആ ലേറ്റ് പോയ മുമ്പ് ഇലക്ട്രീഷ്യൻ പണിയാണ്. അപ്പോൾ ലേറ്റ് പോയത് അപ്പോൾ ഓർമ്മയായിരുന്നു. അങ്ങനെ ഞങ്ങളെ കണ്ടത് ശരിയാക്കി. അപ്പോൾ പാർട്സ് അവിടെ ഇല്ല. അപ്പോൾ ലേറ്റ് ആകാൻ പിന്നെ മിസ്സിൽ ഇവിടെ പോയി മറ്റേ തുറക്ക പോയി പാർട്സ് കൊടുത്തു കൊടുത്ത് അയാളെ ഫിറ്റാക്കി തന്ന്. അപ്പോൾ നേരെ കുറേ വൈകി, ഒരു 1 മണിക്കൂറായിപ്പോൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ചുറ്റുപാടിൽ പോരുകയാണ്. ഒരു പാടത്തു കൂടെ പോരുന്നത്. അങ്ങനെ ഇപ്പോൾ കുഞ്ഞിപ്പാലം കടന്ന് ഞങ്ങൾ പോവാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. വൈകുന്നേരത്ത് നടക്കാനൊക്കെ നല്ല രസമാണ്. കുറേ ആൾക്കാരിവിടെ വെള്ളടിച്ചാറുണ്ട് ഈ ഭാഗത്തൊക്കെ. അതിനും പറ്റും, നടക്കാനും പറ്റും, കാറ്റുകൊള്ളാൻ പറ്റും, ചൂടിടാൻ പറ്റും, മീൻ പിടിക്കാൻ പറ്റും. എല്ലാത്തിനും പറ്റിയ സ്ഥലമാണ്. നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് ഇതിൽ തന്നെ ഞങ്ങൾ പോയി കേട്ടോ. ബ്ലോക്കും ഇല്ല, നമുക്ക് ഒരു പച്ചപ്പ് കൊണ്ട് പോകാലോ. നെല്ലൊക്കെ ഇങ്ങനെ കേട്ടോ അതിനോട് കൂടി തല കയറ്റി നിൽക്കേണ്ടില്ലേ. ഈ 2-3 മാസം കൂടി കഴിഞ്ഞാൽ ഇവിടെ ചോറ്റുപാത്രത്തിൽ വരും. ആ സാമൂഹ്യം ഏൽപ്പിച്ചില്ല, അത് വാങ്ങി. അപ്പം അതിനും വേണ്ടി ഇതിലെ പോകുന്നു. പിന്നെ ഊട്ടി ബർക്കിയാണ്. അപ്പോൾ പല്ലാർസിലാണ് ഉണ്ടാക്കണതാണ്. ഊട്ടിയിലാണ് നല്ലതാണ്. ഊട്ടി ബർക്കി പേരുള്ളൂ, പല്ലാർസാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഊട്ടിയിട്ട് നമുക്ക് അത്ര വിശ്വാസം പോലെ നമുക്ക് വാങ്ങിപ്പോരാൻ. രസമുണ്ട്. പക്ഷേ അവിടുത്തെ ഇത് ക്ലിയർ ആകത്തോണ്ട് ഇവിടെ നമ്മൾ ബെല്ലുണ്ടാക്കാൻ നോക്കാം. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. ഇത് കുറച്ച് ഉറപ്പുണ്ട്. മറ്റേ ഊട്ടിയിട്ട് അത്ര ഉറപ്പുണ്ടാവില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട്. ഊട്ടിയിട്ട് ആ ടേസ്റ്റ് തന്നെ കിട്ടില്ല. ഇവിടെ ബേക്കറി ഉണ്ടാക്കണം.